പാലക്കാട് നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കയറിയത്. BJP സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാറിനെ 18,715 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് നഗരസഭയിലും പിരായിരി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും സമാനതകളില്ലാത്ത ലീഡ് നേടിയെടുത്തുകൊണ്ടുള്ള വിജയം. ഒരു ഘട്ടത്തിൽ ഓരോ ലീഡ് നില മാറുന്നത് കണ്ട് UDF കേന്ദ്രങ്ങളിൽ പോലും അമ്പരപ്പുളവായി. 5,600 ലീഡ് ഒരു ഘട്ടത്തിൽ വന്നത് നേരെ കുതിച്ചുയർന്ന് പിരായിരി എണ്ണിക്കഴിഞ്ഞപ്പോൾ 12,800 കടന്നു കയറുകയാണ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ലീഡ് നില കുത്തനെ ഉയർത്തുന്ന കാഴ്ച. C കൃഷ്ണകുമാർ 40,000 വോട്ട് പോലും നേടാതെ അതിദയനീയമായി ഗതികെട്ട് താഴ്ന്നിരിക്കുന്ന ഒരവസ്ഥ. സന്ദീപ് വാര്യരുടെ UDFിലേക്കുള്ള പ്രവേശനം വലിയ തോതിൽ ഗുണം ചെയ്തു എന്ന് BJPക്കാർ തന്നെ തുറന്ന് സമ്മതിക്കുന്ന കാഴ്ച. കെ സുരേന്ദ്രൻ ആ പാർട്ടിയിൽ ഉള്ളിടത്തോളം കാലം ആ പാർട്ടി ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്നായിരുന്നു സന്ദീപ് വാര്യരുടെ ആദ്യ പ്രതികരണം. കൃത്യമായി പറഞ്ഞാൽ കെ സുരേന്ദ്രൻ ആ പാർട്ടിയെ നശിപ്പിച്ച് നാശോന്മുഖമാക്കിയെന്നും പാലക്കാട് നഗരസഭയിൽ ഇനി ഒരിക്കലും BJP ഭരിക്കാൻ പോകുന്നില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ തുടങ്ങിക്കോളൂ എന്നുമാണ് സന്ദീപ് വാര്യർ താക്കീത് രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ UDF ലീഡ് ചെയ്യുന്നത് ചരിത്രത്തിൽ ഒരു വിസ്മയം തന്നെയാണ്. 4,000-ഓളം വോട്ടുകളുടെ ലീഡാണ് പാലക്കാട് നഗരസഭയിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയെടുത്തത്. മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. ചേലക്കരയിലെ ഭൂരിപക്ഷം നേരെ 28,000 വോട്ടുകൾ കുത്തനെ കുറച്ചുകൊണ്ട് വലിയ രീതിയിൽ അവിടെ ക്യാമ്പയിനിങ്ങിൽ മികച്ച മുന്നേറ്റം നടത്തിയപ്പോൾ BJP സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന് പകരം അവിടെ LDFിനെതിരെ വോട്ട് പിടിച്ചത് എന്നതും ശ്രദ്ധേയമായിരിക്കുകയാണ്. അതേസമയം വയനാട്ടിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയ 3,65,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് 4 ലക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി കുതിച്ചത് വലിയ തരത്തിലുള്ള ഒരു വിസ്മയകരമായ നീക്കമായി തന്നെ കണക്കാക്കപ്പെടുന്ന കാഴ്ചയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCCയുടെ അധ്യക്ഷനായ K സുധാകരനും പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാലക്കാട് നഗരസഭ ഇനി ഒരിക്കലും BJP ഭരിക്കാൻ പോകുന്നില്ല എന്ന് കൃത്യമായി അരക്കിട്ടുറപ്പിക്കുന്ന അടിവരയിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 18,715 വോട്ടിന്റെ ഭൂരിപക്ഷവും 58,600 പരം വോട്ടുകളും സമാഹരിച്ചു കൊണ്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജൈത്ര വിജയം ആഘോഷിക്കപ്പെടേണ്ടത് CPIMന്റെ വഞ്ചനയുടെ കൃത്യമായിട്ടുള്ള വഞ്ചനയ്ക്ക് ജനങ്ങൾ കൊടുത്ത മറുപടി കൂടിയാണ്. ട്രോളി ബാഗ് വിവാദത്തിൽ വലിയ തോതിൽ CPIMും BJPയും ഒത്തുകളിച്ചപ്പോൾ ശരിക്കും ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നെഞ്ചോട് ചേർത്തതിൻ്റെ കൂടി ഫലമാണിത് എന്ന് VD സതീശൻ പറഞ്ഞിരിക്കുകയാണ്.